നല്ല ഭക്ഷണം എന്ന് പറയുന്നത് എല്ലാവരുടെയും സ്വപ്നമാണ്. നല്ല ഭക്ഷണം തന്നെയാണ് കഴിക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നല്ല ഭക്ഷണത്തിന് വേണ്ടിയാണ് നമ്മളെല്ലാവരും പണിയെടുക്കുന്നത്. പക്ഷേ പ്രിയപ്പെട്ട ഭക്ഷണത്തിൽ ആണവ വികിരണം എന്ന് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തൊടാൻ പോലും തോന്നില്ല. എന്തിനാ ഭക്ഷണത്തിന് ഞെട്ടുമല്ലേ? അടുത്തിരിക്കാൻ പോലും പറ്റില്ല. ഇതെന്താ പറയുന്നത്, ഈ പറയുന്ന ചെമ്മീനിലെ ആണവ വികിരണം ഉം. എന്നാണ് പറയുന്നത്. അത് അമേരിക്കയിൽ അതുകൊണ്ട് ഇറക്കുമതി ചെയ്തിരിക്കുന്നു. ഇറക്കുമതി ചെയ്തത്. അതുകൊണ്ട് അവര് അത് വേണ്ട എന്ന് വയ്ക്കുന്നു അല്ലേ? ഷിപ്മെന്റ് ഒക്കെ അതെ, തിരിച്ചയക്കാൻ ഷിപ്മെന്റ് എല്ലാം പോകുന്നു. തിരിച്ചയക്കും. ഈ ഭാഗത്തേക്ക് ഈ സാധനങ്ങൾ കണ്ടുപോകരുത് ഇതെങ്ങനെയാണ് എന്നാണ്. വല്ല ആണവ ഫാക്ടറിയുടെ അടുത്തെങ്ങാനും അല്ല ആണവ നിലയത്തിന്റെ അടുത്തെങ്ങാനും ആണോ ഈ ചെമ്മീൻ വളർന്നതിന്? ഇത് എങ്ങനെയാണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അമേരിക്കൻ ഐക്യനാട്ടിലെ ഭക്ഷ്യസുരക്ഷാ അതോറിറ്റി ആയിട്ടുള്ള ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ആണ് കണ്ടെത്തിയിരിക്കുന്നത്. വാൾമാർട്ടിന്റെ ഗ്രേറ്റ് വാല്യൂ ബ്രാൻഡിന്റെ ശീതീകരിച്ചിട്ടുള്ള അസംസ്കൃത ചെമ്മീനിലാണ് ഈ പറയുന്ന അപകടകരമായിട്ടുള്ള റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ആയിട്ടുള്ള cesium-137 ഉണ്ട് എന്നുള്ള കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇത് അകത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, വലിയ അസുഖങ്ങൾ, നമ്മുടെ DNA വരെ ചേഞ്ച് ഉണ്ടാകും എന്നുള്ളതാണ് പറയുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വളരെ ശ്രദ്ധിക്കണം. ഇവർ ഇതിനെക്കുറിച്ച് ഒരു മുന്നറിയിപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടുപിടിച്ചതിന് ശേഷം ഉപഭോക്താക്കൾ ഇത് ആരെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ, അതായത് ഈ വാൾമാർട്ടിൻ്റെ ഈ ഒരു പ്രോഡക്റ്റ് ആരെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിങ്ങനെയാണ്: നിങ്ങൾ അടുത്തിടെ വാൾമാർട്ടിൽ നിന്ന് ഗ്രേറ്റ് വാല്യൂ ബ്രാൻഡിന്റെ അസംസ്കൃത ശീതീകരിച്ച ചെമ്മീൻ വാങ്ങിയെങ്കിൽ അത് ഉടൻ തന്നെ കളയുക. ഈ ഉൽപ്പന്നം കഴിക്കുകയോ മറ്റുള്ളവർക്ക് വിളമ്പുകയോ ചെയ്യരുത്. വാങ്ങിയ ബില്ലുമായിട്ട് സ്റ്റോറിൽ ചെന്നിട്ടുണ്ടെങ്കിൽ തിരികെ പണം വാങ്ങുകയോ ഉപേക്ഷിക്കുകയോ ഒക്കെ ചെയ്യാം എന്നാണ് പറയുന്നത്. വാൾമാർട്ട് കമ്പനി അവരുടെ സ്റ്റോറുകളിൽ നിന്ന് ഈ ഉൽപ്പന്നം നീക്കം ചെയ്തതായിട്ടും ഉപഭോക്താക്കൾക്ക് പണം തിരികെ നൽകാൻ അറിയിച്ചിട്ടുണ്ട് എന്നുള്ള അറിയിപ്പാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കൊന്ന് നോക്കാം എന്താണ് ഈ cesium-137 എന്ന് പറയുന്നത്. ഇത് ന്യൂക്ലിയർ ഫിഷൻ പ്രക്രിയയിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പാണ്. ഇത് മനുഷ്യ ശരീരത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ DNA നശിപ്പിക്കാനും ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഏറെയാണ്. അതുകൊണ്ട് ഇത് അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത് അതീവ അപകടകരമാണ് എന്നാണ് പറയുന്നത്. ആഗോള ഭക്ഷ്യ ഇറക്കുമതി ശൃംഖലയുടെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകളൊക്കെ വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യങ്ങളാണ്. എല്ലാവരും അമേരിക്കൻ പ്രോഡക്റ്റ് എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിലൊക്കെ വാങ്ങി കഴിക്കുമ്പോൾ ചില അറിയിപ്പുകൾ ഇത്തരത്തിൽ വരുമ്പോൾ ഒരു ശ്രദ്ധ ഉണ്ടാകേണ്ടത് നല്ലതാണ്. നമുക്ക് പറയാൻ പറ്റില്ല, ഇതിപ്പോൾ ആരും മനഃപൂർവ്വം ചെയ്യുന്നതായിരിക്കില്ല. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അബദ്ധവശാൽ വന്നു പോകാനുള്ള സാധ്യതകളും ഒക്കെ ഉണ്ട്. മാത്രമല്ല, ലോകം മുഴുവൻ നശിപ്പിക്കണം എന്ന് ചിന്തിച്ചിട്ടുള്ള ചില ആളുകൾ ഉള്ളതുകൊണ്ട് നമ്മൾ രണ്ടും കൽപ്പിച്ച് വേണം ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഇറങ്ങി ചെല്ലാൻ എന്നുള്ളത് കൊണ്ടാണ്. എന്തായാലും ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം കണ്ടെത്തിയത് ഉപയോക്താക്കളുടെ ജാഗ്രത എത്രത്തോളം ഈ ഭക്ഷ്യവസ്തുക്കളായാൽ പോലും വാങ്ങുന്നതിൽ ജാഗ്രത വേണം എന്നുള്ള ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ചില പ്രോഡക്ട്സ് ഒക്കെ എടുക്കുമ്പോഴേക്കും ഇന്ന കമ്പനിയാണ്, ഒന്നും നോക്കാനല്ല, ഫുൾ സേഫ് ആണ് എന്ന് പറഞ്ഞിട്ടാണ് ആ ബ്രാൻഡ് തന്നെ പോയി വീണ്ടും വീണ്ടും നമ്മൾ നോക്കി വാങ്ങുന്നത് പോലെ ആ ഒരു വിശ്വാസ്യതയിലാണ് ഇപ്പോൾ വാൾമാർട്ടിനും വലിയ ഇടിവ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത്. അത് അവരെ സംബന്ധിച്ച് വലിയ ഒരു വിഷയമാണ്. ഇനി ഒരു വിശ്വാസ്യത തിരിച്ചെടുക്കുക എന്ന് പറയുന്നത് ഏറെ ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിപ്പോൾ ഇന്തോനേഷ്യൻ കമ്പനിയായിട്ടുള്ള PT ബഹാരി മക്മൂർ സജാദി എന്ന് പറയുന്നത് അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്തിട്ടുള്ള ഒരു ഷിപ്മെൻറ്റിലുള്ള പ്രശ്നമാണ് ഇത്. ടെക്സസ്, ഫ്ലോറിഡ, പെൻസിൽവാനിയ എന്നിവയുൾപ്പെടെ 13 സംസ്ഥാനങ്ങളിലെ വാൾമാർട്ട് സ്റ്റോറുകളിലേക്കാണ് ഈ ചെമ്മീൻ വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നത്. ലോസ് ഏഞ്ചൽസ്, ഹ്യൂസ്റ്റൺ, സവന്ന, മിയാമി എന്നിവിടങ്ങളിലെ തുറമുഖങ്ങളിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് ആദ്യമായിട്ട് cesium-137 ഇത് കണ്ടെത്തുന്നത്. തുടർന്ന് നടത്തിയിട്ടുള്ള പരിശോധനയിൽ ഒരു ബ്രെഡ് ചെമ്മീനിൻ്റെ സാമ്പിളിൽ ഈ ഐസോട്ടോപ്പ് ഉണ്ടെന്ന് FDA സ്ഥിരീകരിക്കുകയായിരുന്നു. കണ്ടെത്തിയ റേഡിയേഷൻ്റെ അളവ് FDA അനുവദനീയമായിട്ടുള്ള പരിധിയേക്കാൾ കുറവാണെങ്കിൽ പോലും സുരക്ഷാ കാരണങ്ങൾ കൊണ്ട് മുഴുവൻ ഷിപ്മെൻറ്റും അമേരിക്കയിൽ പ്രവേശിപ്പിക്കുന്നത് നിരോധിക്കുകയുമൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ ഉൽപ്പന്നം ഇതിനകം തന്നെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിതരണം ചെയ്തിട്ടുണ്ടോ എന്നുള്ള ഒരു ആശങ്ക കൂടി ഈ പറയുന്ന കാര്യത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ എല്ലാവരും പല ബ്രാൻഡുകളുടെ പുറകെ പോകുന്ന ഒരു കാലം. നമുക്ക് എത്രത്തോളം വിശ്വസിക്കാൻ കഴിയും എന്നുള്ളൊരു ചോദ്യം അവിടെ അവശേഷിക്കുമ്പോൾ പലരും ഈ പറയുന്ന മാളുകളിലൊക്കെ കയറിയിട്ട് പല പ്രശസ്ത ബ്രാൻഡുകൾ മാത്രം നോക്കി വാങ്ങുമ്പോൾ അമേരിക്ക പോലുള്ള ഒരു രാജ്യത്തിന് പോലും പറ്റാവുന്ന അക്കിടി
അപ്പോൾ നമ്മുടെ രാജ്യം സുരക്ഷിതമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? തീർച്ചയായും പറയാൻ പറ്റണം. കാരണം അത്രയേറെ അപകടകരമായിട്ടുള്ള ഒരു ഭക്ഷണ പദാർത്ഥത്തിൻ്റെ കാര്യമാണ് ഈ പറഞ്ഞത്. അതായത് റേഡിയോ ആക്റ്റീവായിട്ടുള്ള ഘടകങ്ങൾ ഈ പറയുന്ന ഭക്ഷണത്തിലുണ്ടെങ്കിൽ തീർന്നില്ലേ, ഭക്ഷണം ഒരിക്കലും കഴിക്കാനും കഴിയില്ല, ഒട്ടും സുരക്ഷിതവുമല്ല, അത് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. അത് അമേരിക്കയിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു അമേരിക്കയിലെ സംവിധാനങ്ങൾ കുറച്ചുകൂടെ ജാഗ്രതയിൽ ആയതുകൊണ്ടായിരിക്കണം ഇത്തരം കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പിടിക്കാൻ കഴിഞ്ഞത്. പക്ഷേ എനിക്ക് തോന്നുന്നു കേരളത്തിലൊക്കെ ആണെങ്കിൽ, ഇന്ത്യയിലാണെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും കണ്ടെത്താനായിട്ട്. പലപ്പോഴും നമുക്കറിയാം ഈ പറയുന്ന ഈ വേസ്റ്റുകൾ വരെ ഇന്ത്യയിലേക്ക് കൊണ്ട് തള്ളുന്ന കമ്പനികളുണ്ട്. ഈ പറയുന്ന വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഈ വേസ്റ്റുകൾ നമ്മുടെ കൊച്ചിയിൽ വന്ന് ഒരു കണ്ടെയ്നറിൽ ഉണ്ടായിരുന്ന ഈ വേസ്റ്റ് നമുക്കറിയാം. ഈ പറയുന്ന ഫോട്ടോസ്റ്റാറ്റ് മെഷീനുകൾ, ഉപയോഗം കഴിഞ്ഞ ഫോട്ടോസ്റ്റാറ്റ് മെഷീനുകളായിരുന്നു അന്ന് കൊണ്ടുവന്ന് കേരളത്തിലേക്ക് കൊണ്ട് തള്ളിയത്. എന്ന് അവസാനം വലിയ പ്രശ്നമായി വിവാദമായിട്ടൊക്കെയാണ് അത് തിരിച്ചയക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള അപകടം പിടിച്ച സാധനങ്ങൾ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പ്രതിരോധിക്കുക എന്ന് പറയുന്നത് വലിയ ശ്രമകരമായ ദൗത്യമാണ്. അമേരിക്കയിലായതുകൊണ്ട് അവരിപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു. ഇന്ത്യയിലാണെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളത്, നമ്മുടെ കഴിക്കുന്ന ഭക്ഷണങ്ങൾ എങ്ങനെയെന്നുള്ളതിൽ പോലും വലിയ സംശയമുണ്ട്. എന്നോട് ഈ ഇടയ്ക്ക് ഒരാൾ പറഞ്ഞതാണ്, ഇവിടെ കൈക്കൂലി വ്യാപകമാണ്. ഇത്തരം പ്രോഡക്റ്റുകളൊക്കെ ഇറക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന കൈക്കൂലി കൊടുത്തു കഴിഞ്ഞാൽ ഏത് പ്രോഡക്റ്റും കേരളത്തിൽ ഇറക്കി വിൽക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. വേറൊന്നുമില്ല, കൃത്യമായിട്ട് പടി കൊടുത്താൽ മതി. ഈ പറയുന്ന ഏത് ഭക്ഷണ സാധനവും പാക്ക് ചെയ്ത് മാർക്കറ്റിലേക്ക് ഇറക്കി വിടാൻ കഴിയുന്ന സാഹചര്യത്തിലാണ് ഈ കേരളമൊക്കെ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഭക്ഷ്യസുരക്ഷയുടെ കാര്യത്തിൽ ഈ പറയുന്ന സുരക്ഷിതമായ ഭക്ഷണം എന്നുള്ള ഒരു കാര്യത്തിനകത്ത് വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ, അതായത് ഈ പറയുന്ന നല്ല ഭക്ഷണം എന്നുള്ളത് പരിഹരിക്കപ്പെട്ടില്ല എന്നുള്ള, ആ പ്രശ്നത്തെ പരിഹരിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് ഗുരുതരമായ പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ടാക്കും. വലിയ ജാഗ്രത അതിൽ പാലിക്കേണ്ടതുണ്ട്. ഈ വാൾമാർട്ട് എന്ന് പറയുന്ന ഒരു വമ്പൻ ബ്രാൻഡാണ്. ആ ബ്രാൻഡിനുണ്ടായിട്ടുള്ള ഈ ഒരു പേരുദോഷം എന്ന് തന്നെ പറയാം. അത് മാറണമെങ്കിൽ ഇനി ചില്ലറ പണിയൊന്നുമല്ല അവർ എടുക്കേണ്ടി വരുന്നതും. അപ്പോൾ അവർക്ക് അത് മറികടക്കാനുള്ള ചില പ്രക്രിയകളിലൂടെ പോകേണ്ടത്. നമ്മുടെ ഇടയ്ക്ക് ജോൺസൺ ആൻഡ് ജോൺസണ് ഇത്തരത്തിലുള്ള, അത് കുഞ്ഞു കുട്ടികൾക്ക് ഉപയോഗിക്കുന്ന ബ്രാൻഡാണ്. ആ ബ്രാൻഡിനെതിരെ വലിയ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളൊക്കെയാണ് ഉയർന്നു വന്നത്. ഒരിടയ്ക്ക് അത് ആരും വാങ്ങാറേ ഉണ്ടായിരുന്നില്ല. അതെ, പിന്നീട് അവരതിൻ്റെ പ്രശ്നങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ടും അങ്ങനെ പ്രശ്നങ്ങളില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ക്യാമ്പയിനൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. എനിക്ക് തോന്നുന്നു 2014 തോന്നുന്നു, അവർ 13-14 അവർ ഇത്രയും ക്യാമ്പയിനൊക്കെ ചെയ്ത് ഞങ്ങളുടെ പ്രോഡക്റ്റുകളെല്ലാം സുരക്ഷിതമാണ് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ അവർ ഈ പറയുന്ന ഈ ക്യാമ്പയിൻ ചെയ്ത ആൾക്കാരെ ബോധ്യപ്പെടുത്തുകയൊക്കെ ചെയ്തു. പിന്നീട് അതുപോലെ തന്നെ ഈ പറയുന്ന ആരോഗ്യകരമായിട്ട് നമ്മൾ ഇരിക്കണമെങ്കിൽ ഇത് ഉപയോഗിച്ചാലേ കഴിയുള്ളൂ എന്ന് പറഞ്ഞ് മാർക്കറ്റിലേക്ക് ഇറക്കിയ പല പ്രോഡക്റ്റുകളിലും ഈ സ്റ്റിറോയിഡ് അടക്കമുള്ള കണ്ടൻറ്റുകൾ ഉള്ളതായിട്ടും പിന്നീട് നമ്മൾ പല ഇതിലും അറിഞ്ഞു. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട നമ്മുടെ ഇവിടുത്തെ ഭക്ഷണ സാധനം, മസാലകൾ, വെളിച്ചെണ്ണ, അതുപോലുള്ള സാധനങ്ങളൊക്കെ തയ്യാറാക്കുന്ന കമ്പനികളിൽ വലിയ തോതിൽ ഈ പറയുന്ന മായം ചേർക്കലുണ്ട് എന്നൊക്കെ കണ്ടെത്തുകയും ചെയ്തു. എന്തായാലും ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ചെയ്യുന്നത് മഹാ അപരാധമാണ്. അത് വലിയ അപകടം, സമൂഹത്തിന് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അതിൽ ജാഗ്രത പാലിച്ചേ മതിയാവുകയുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.